ആന സൈക്കിൾ ചവിട്ടുന്നത് കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? സർക്കസിൽ കണ്ടുണ്ടാവൂലേ? അങ്ങനത്തെ ഒരു കവിത കേട്ടാലോ? ഹാത്തി സൈക്കിൾ ചലാ രഹാ ഥാ. ആനന്ദമയി കവിത. ഹാത്തി സൈക്കിൾ ചലാ രഹാ ഥാ എന്നുള്ള കവിത നമുക്ക് കേട്ടാലോ? എത്രാമത്തെയാണ്? 21ാമത്തെ കവിതയായിട്ടാണ് ഇത് വരുന്നത് അല്ലേ? ഹാത്തി എന്ന് വെച്ചാൽ ആരാണ്? ആന സൈക്കിൾ ചവിട്ടുന്നത് കണ്ടിട്ടുണ്ടോ? ഏതില്ല? സർക്കസിലൊക്കെ കാണാം അല്ലേ? ഇവിടെ ആന സൈക്കിൾ ചവിട്ടുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? കൂടെ ആരുണ്ട്? പിക്ചറിൽ നോക്കിയാൽ നമുക്ക് അറിയാം അല്ലേ? ആരാണുള്ളത്? ഉറുമ്പുണ്ട് അല്ലേ? അതാണ് ഈ കവിതയുടെ ഹെഡിങ് അല്ലേ? ഹാത്തി സൈക്കിൾ ചലാ രഹാ ഥാ. കവിത നമുക്ക് ചൊല്ലിയാലോ? ഇനി കവിത സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാത്തി സൈക്കിൾ ചലാ രഹാ ഥാ, पीछे चींटी बैठी थी, झूम रहा था हवा में हाथी, चींटी शान से एंधी थी. അല്ലേ? എന്താ പറയുന്നത്? ആന സൈക്കിൾ ചവിട്ടുകയാണല്ലേ? പിന്നിലായിട്ട് ആരുണ്ട്? പീച്ചെ എന്ന് വെച്ചാൽ എന്താ? പിറകിൽ, പിന്നിൽ എന്നുള്ള അർത്ഥമാണ്. ചീണ്ടി ബൈട്ടീതി അല്ലേ? ആരാണ് ഇരിക്കുന്നത്? ഉറുമ്പാണ് പിറകിലായിട്ട് ഇരിക്കുന്നത് അല്ലേ? നമ്മൾ മുന്നേ ഒരു കവിത പഠിച്ചു, ചീണ്ട ചീണ്ടി എന്നൊക്കെ പഠിച്ചു അല്ലേ? ചീണ്ടാന്ന് വെച്ചാലും ചീണ്ടിന്ന് വെച്ചാലും ഉറുമ്പാണ്. വലിയ കട്ടുറുമ്പാണ് ചീണ്ട. ചെറിയ ഉറുമ്പുകളെയാണ് എന്ത് പറയുന്നത്? ചീണ്ടി എന്ന് പറയുന്നത് അല്ലേ? പുല്ലിംഗം ഉണ്ടാവും, സ്ത്രീലിംഗം ഉണ്ടാവും ഹിന്ദി ഭാഷയിൽ അല്ലേ? ചീണ്ട പുല്ലിംഗാണ്, അതിന്റെ സ്ത്രീലിംഗാണ് എന്ത് വരുന്നത്? ചീണ്ടി അല്ലേ? പിറകിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പിറകിലായിട്ട് ആന സൈക്കിൾ ചവിട്ടുന്നതിന്റെ പിന്നിലായിട്ട് ആര് ഇരിക്കുന്നുണ്ട്? ഉറുമ്പ് ഇരിക്കുന്നുണ്ട് അല്ലേ? അത് നമ്മൾ ആ പിക്ചറിൽ കാണുന്നുണ്ട് അല്ലേ? പിന്നത്തെ വരിയിൽ എന്താ പറയുന്നത്? ജൂം രഹാദ ഹവാമെ ഹാത്തി ചീണ്ടി ഷാൻസെ ഏണ്ടീതി അല്ലേ? നമുക്കറിയാം അല്ലേ സൈക്കിൾ ചവിട്ടുന്നത്? നമ്മൾ സൈക്കിൾ ചവിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? സൈക്കിൾ ചവിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടും അല്ലേ? ഇളകില്ലേ സൈക്കിള്? അപ്പം എന്താണ് ഇവിടെ എന്താ പറയുന്നത്? ജൂം രഹാദ. ജൂംനാന്ന് വെച്ചാൽ എന്താ? സന്തോഷം കൊണ്ട് ഇങ്ങനെ സൈക്കിൾ നല്ല സ്റ്റൈലിരുന്ന് ചവിട്ടി പോവുകയും ചെയ്യും അല്ലേ? അതുമാത്രമല്ല, ഇവിടെ എന്താണ്? ഹവ എന്താണ്? കാറ്റാണ്. കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിൾ ഇളകുന്നുണ്ട് അല്ലേ? ഹവാമെ ഹാത്തി ജൂം രഹാദ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയാണ്. ചീണ്ടി ഷാൻസേ ഏണ്ടീതി, പിന്നിലായിട്ട് എന്താണ്? ആരായിരിക്കുന്നത് പറഞ്ഞത്? ഉറുമ്പാണല്ലേ? ഉറുമ്പ് നല്ല സ്റ്റൈലിൽ ഇരിക്കുന്നുണ്ട് അല്ലേ? ഏണ്ടി എന്നുള്ളതിൻ്റെ വാക്കിന് എന്താ അർത്ഥം? ഞെളിഞ്ഞിരിക്കുക, നല്ല സ്റ്റൈലിൽ ഇരിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് കേട്ടോ. നല്ല ഗമയിലിരിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഷാൻസ് നല്ല സന്തോഷത്തോടു കൂടി ഗമയിലൊക്കെ ഇരിക്കുകയാണ്. ആരായിരിക്കുന്നത്? ഉറുമ്പാണല്ലേ? പിന്നത്തെ വരിയിൽ നോക്കൂ. തബി ചടായി സീതിയായി ലഗേ ഹാംഫ്നെ ഹാത്തി ദദ്ദ, ചറർ മരർ ചൂം രുക്കി സൈക്കിൾ ലഗാ സരക്നെ പീച്ചെ ചക്ക. പിന്നത്തെ വരിയിൽ നമ്മൾ എന്താ കാണുന്നത്? തബി ചടായി, നല്ല സുഖമായിട്ട് ഒരു സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? പെട്ടെന്ന് എന്താ ഉണ്ടായത്? തബി, തബ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്ത് വന്നു? ചടായി. ചടായി എന്താണ്? എപ്പോഴും നേരെയുള്ള സൈക്കിൾ പോയിക്കൊണ്ടിരിക്കുക അല്ലെ? റോഡ് നേരെയുള്ളതായിരിക്കണം എന്നില്ല, ചിലപ്പോൾ കയറ്റും ഇറക്കൊക്കെ ഉണ്ടാവും അല്ലെ? ചടായി എന്താണ്? ഒരു കയറ്റം വന്നു. സീതിയായി, നേരെ ഒരു കയറ്റം വന്നു അല്ലേ? ലഗേ ഹാഫ്നെ ഹാത്തി ദദ്ദ. അപ്പൊ എന്താ ഉണ്ടാവുക? സൈക്കിൾ കയറ്റത്തിലേക്ക് കയറുമ്പോൾ എന്തുണ്ടായിരിക്കും? അത്ര പെട്ടെന്ന് സാധാരണ റോട്ടിൽ പോണ പോലെ കയറ്റത്തിൽ കയറാൻ പറ്റുമോ? ഇല്ല, കുറച്ച് ശക്തി വേണം അല്ലേ സൈക്കിൾ ചവിട്ടി കയറ്റണമെങ്കിൽ. അപ്പൊ എന്താണ്? ഹാഫ്നെ എന്താണ്? കിതക്കിയാണ്. ആരെ കഥയ്ക്കുന്നത്? ആരെ സൈക്കിൾ ചവിട്ടുന്ന ആളല്ലേ കഥയ്ക്കുക? ഹാത്തി ദദ്ദ, ആന അല്ലേ? ദദ്ദ എന്നുള്ളതിന് എന്താ അർത്ഥം? ചേട്ടൻ എന്നൊക്കെ വിളിക്കില്ലേ? ആന ചേട്ടൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയുന്നതാണ് ദദ്ദ എന്നുള്ള വാക്ക് കേട്ടോ. അപ്പോൾ കഥയ്ക്കാണ് ആന. ചറർ മരർ ചൂരുക്കി സൈക്കിൾ. അപ്പോൾ എന്താണ്? ശബ്ദമുണ്ടാകുകയാണ് സൈക്കിൾ ചവിട്ടുമ്പോൾ. അതല്ലേ കയറ്റത്തിൽ കയറുമ്പോൾ എന്താണ്? കഥക്കിലും അതോടൊപ്പം സൈക്കിളിൽ ശബ്ദം ഉണ്ടാവും അല്ലേ? ചറർ മരർ എന്താണ്? ശബ്ദമാണ് സൈക്കിളിൻ്റെ കേട്ടാ. ചൂം രുക്കി സൈക്കിൾ, പെട്ടെന്ന് എന്താ ഉണ്ടാവുന്നത്? രുക്ന, നിന്ന് പോവാണ് സൈക്കിൾ കേട്ടാ. ലഗാ സരക്നെ പീച്ചെ ചക്ക, പിന്നെന്താ ഉണ്ടാവുക? കയറ്റം കയറുമ്പോൾ സൈക്കിള് പെട്ടെന്ന് പിന്നിലേക്ക് വഴുതി പോവൂലേ? നിരങ്ങി പോവൂലേ? അതുപോലെ സരക്നെ എന്ന് വെച്ചാൽ എന്താ? വഴുതി പോവാണ് പിന്നിലേക്ക്. പീച്ചെ എന്താണ്? പിന്നിലേക്ക്. ചക്ക എന്താണ്? ചക്രം അല്ലേ? ചക്രം നിരങ്ങി പിന്നിലേക്ക് പെട്ടെന്ന് പോവില്ലേ? അത് നോക്കൂ, നമ്മൾ ആ പിക്ചറിൽ നോക്കിയാൽ കാണാം അല്ലേ?
കയറ്റം കയറുന്നുണ്ട്. പിന്നിൽ ഉറുമ്പ് എന്താണ് വീഴാൻ പോണ പോലെ ആനച്ചേട്ടനെ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുന്നുണ്ട് അല്ലേ. കണ്ടോ കയറി പോകുന്നുണ്ട് കയറ്റം. അടുത്ത വരിയിൽ നോക്കൂ. ചീണ്ടി छट कूदी साइकिल से बोली मत घबराना दद्दा आप पाव पेडल पर मारो मैं हूं ना देती हूं धक्का. ചീണ്ടി ചീണ്ടി ആരാണ്? ഉറുമ്പ് അല്ലേ. ഉറുമ്പ് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? കൂതി സൈക്കിൾസ്. കൂതിനാന്ന് വെച്ചാൽ എന്താ? ചാടാണ്. എവിടെ നിന്ന് ചാടുന്നത്? സൈക്കിളിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് ചാടുകയാണ് അല്ലേ. സൈക്കിളിൽ പിന്നിലല്ലേ ഇരുന്നത്, ആ സൈക്കിളിൽ നിന്ന് താഴോട്ട് ചാടി. ബോലി മത് ഗബരാന ദദ്ദ. എന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? മത് ഗബരാന. മത് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നഹീമിന്റെ അർത്ഥം പഠിച്ചില്ലേ? ഇല്ലാന്നൊക്കെ അർത്ഥം പഠിച്ചില്ലേ? അതുപോലെ തന്നെ മത്തിന്റെ അർത്ഥം, അതായത് നേരെ വിപരീതമായിട്ടുള്ള അർത്ഥം വരിക. ഗബ്രാന എന്ന് വെച്ചാൽ എന്താ? പേടിക്കുക. മത് ഗബ്രാന എന്ന് വെച്ചാൽ എന്താ അർത്ഥം വരിക? പേടിക്കേണ്ടെന്നാണ് അർത്ഥം കേട്ടാ. അരുത് അർത്ഥാണ് മത്ത് എന്നുള്ള അർത്ഥം വരിക കേട്ടാ. വേണ്ട അതൊക്കെയുള്ള അർത്ഥമാണ്. പേടിക്കേണ്ട ദദ്ദ ആനച്ചേട്ടാന്ന് പറയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ആ പാ പെഡൽ പെർ മാരും. എന്നിട്ട് എന്താ പറയുന്നത്? താങ്കൾ എന്ത് ചെയ്യൂ? കാല് പെഡലില് അല്ല സൈക്കിളിൽ പെഡല് കണ്ടിട്ടില്ലേ? അതിൽ വെച്ചിട്ട് മുറുക്കി ചവിട്ടിക്കോളൂ. അതും വെച്ചിട്ട് മാറണമെന്നുള്ളതിന് രണ്ടർത്ഥങ്ങൾ വരുന്നുണ്ട്. എന്താ? അടിക്കുക എന്നുള്ള അർത്ഥമുണ്ട്, കൊല്ലുക എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. അവിടെ എന്താണ്? പെഡലിൽ വെച്ചിട്ട് നന്നായി ചവിട്ടിക്കോളൂ എന്ന് പറയണം, മുറുക്കി പിടിച്ചോളൂ എന്ന് പറയാണ്. ബോലി കഴിഞ്ഞിട്ടൊരു ഹൈഫോട്ട് ഇങ്ങനെ ഉണ്ടോ? മത് ഗബ്രാന ദദ്ദ എന്നുള്ളത് വേറൊരു ഭാഗമാണ്. അതുകൊണ്ടാണ് ബോലി കഴിഞ്ഞിട്ട് ചെറിയൊരു ഹൈഫോട്ട് ചെയ്യുന്നത്. ബോലി മത്തെന്ന് ഒരുമിച്ച് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം വരിക? പറയരുത് എന്നുള്ള അർത്ഥമായിരിക്കും. അതുകൊണ്ടാണ് അവിടെ ഒരു ചെറിയ ഹൈഫ് ഇട്ടിട്ട് മത് ഗബ്രാനാന്ന് വേറെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ മത്ത് എന്നുള്ള ഏത് വാക്കിൻ്റെ കൂടെയാണ് മത്ത് വരുന്നത്? അതിൻ്റെ, അതായത് ബോലാഞ്ച് സംസാരിക്കുക പറയുക എന്നുള്ള അർത്ഥമാണ്. മത്ത് വന്ന എന്തായിരിക്കും അർത്ഥം വരിക? അഴുത് സംസാരിക്കരുത് എന്നുള്ള അർത്ഥമാണ്. നേരെ ഓപ്പോസിറ്റ് ഉള്ള അർത്ഥമാണ് മത്ത് പ്രയോഗിക്കുമ്പോൾ വരിക കേട്ടോ. അപ്പൊ ഗബ്രാന എന്ന് വെച്ചാൽ പേടിക്കുക എന്നുള്ള അർത്ഥമാണ്. മത് ഗബ്രാന എന്ന് വരുമ്പോൾ എന്ത് വരും? പേടിക്കേണ്ട, പേടിക്കരുത് എന്നുള്ള അർത്ഥമാണ് വരിക കേട്ടോ. അപ്പോൾ പെഡലിൽ വെച്ചിട്ട് നന്നായി ചവിട്ടിക്കോളെന്ന് പറയാണ്. മേ ഹൂന. അതുപോലെ കണ്ടോ, മേ ഹൂന കഴിഞ്ഞിട്ടൊരു ചെറിയ കോമ ഇട്ടു. അപ്പം എന്താണ്? അവിടെ നിർത്താനായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് അല്ലേ. മേ ഹൂന, ഞാനില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ താങ്കളുടെ കൂടെ ഇല്ലേ എന്ന് പറയാണ്. നാന്നുള്ള എൻ്റെ അർത്ഥം എന്താണ്? നഹി എന്നുള്ള വാക്കാണ് കേട്ടോ. നഹി എന്നിവിടെ ഫുള്ളായിട്ട് എഴുതിയിട്ടില്ല, നാന്നല്ല എഴുതിയിട്ടുള്ളൂ. എന്താ വാക്ക് പോയിരുന്നത്? നഹീം എന്നുള്ള വാക്കാണ് അതിൽ വരുന്നത് കേട്ടോ. മേഹൂന, ഞാനില്ലേന്ന് പറയാണ്. ദേത്തി ഹൂന്തക്ക, ഞാൻ താങ്കളെ തള്ളാന്ന് പറയാണ്. തള്ളി പിടിക്കാൻ, അതായത് പിന്നിലേക്ക് സൈക്കിൾ വന്നാലും താങ്കൾ പേടിക്കേണ്ട കാര്യമില്ലേ, ഞാനുണ്ടല്ലോ തള്ളാനായിട്ടെന്ന് പറയാണ്. ദക്ക എന്ന് വെച്ചാൽ എന്താ? തള്ളുക, ഉന്തുക എന്നുള്ള അർത്ഥമാണ്. അതായത് എന്താ? താങ്കൾ ഒരു പേടിയും പേടിക്കേണ്ട, ശക്തിയായിട്ട് സൈക്കിൾ ചവിട്ടിക്കോളൂ, ഞാൻ തള്ളാനായിട്ടുണ്ടെന്ന് പറയാണ്. കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരൂല്ലേ. ആനേനെ തള്ളി പിടിക്കാനായിട്ട് ഉറുമ്പിന് പറ്റുമോ? നേരെ വിപരീതമായിട്ട് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം അല്ലേ. അല്ലേ? ഉറുമ്പാണ് സൈക്കിൾ ഓട്ടുന്നെങ്കിൽ ആന ചിലപ്പോൾ തള്ളി പിടിക്കുന്നു പറഞ്ഞാൽ ചിലപ്പോൾ സൈക്കിൾ പോയേനെ അല്ലേ. ഇവിടെ ആരാ തള്ളാന്ന് പറയുന്നത്? അത്ര ശക്തിവാനായാലും സഹായിക്കാന്നുള്ള വാക്ക് കൊടുത്തില്ല ഉറുമ്പ്. അതന്നെ ഒരു വലിയ കാര്യമാണല്ലേ. ആരത് എഴുതിയിട്ടുള്ളത് ഈ കവിത? ശ്യാം സുശീൽ എഴുതിയിട്ടുള്ള നല്ലൊരു കവിതയാണ്. കണ്ടോ, ആ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാം അല്ലേ. ഉറുമ്പ് പറയുന്നതും ആന സൈക്കിൾ ചവിട്ടുന്നതും കാണാം അല്ലേ. ഇഷ്ടമായ കവിത?